ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസത്തിന്റെ സന്ദേശമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന നിങ്ങളുടെ പിൻബലമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ പ്രാർത്ഥനാ സഹകരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ അടുത്ത ഗ്രാമങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ പ്രയാസമാണ്. രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഓരോ ഗ്രാമങ്ങൾ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ഓരോ ജനതയും അനുഭവിക്കുന്ന കഷ്ടതകൾ കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം ഒരു സ്ത്രീ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച 100 രൂപയാണ് ലഭിക്കുന്നത്. ഒരു പുരുഷൻ അധ്വാനിച്ചാൽ 200 രൂപയാണ് ലഭിക്കുന്നത്. ഇതുകൊണ്ട് എങ്ങനെ അവർക്ക് ജീവിക്കുവാൻ കഴിയും? അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വളരെ പരിതാപകരമാണ്. അവൻ പലയിടങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ എന്നിലുള്ള ചെറിയ നിക്ഷേപങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ ജനങ്ങൾക്കും ഈ ദേശങ്ങൾക്കും ഗ്രാമങ്ങൾക്കും എൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സത്യസന്ധമായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ സാക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ ദിവസങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം പോലും അറിയാത്ത ചില ദൈവപ്രവൃത്തികൾ നടക്കും. ആമേൻ. കാരണം കഴിഞ്ഞ 19 വർഷമായി ഓരോ സംസ്ഥാനത്തും ഓരോ ദേശത്തും ഇന്ത്യയുടെ ഓരോ വിവിധ ഇടങ്ങളിലും സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ തുടർമാനമായി കേൾക്കുന്നത് പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇന്ന് പകൽക്കാലം. ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് യേശുവിന്റെ അമ്മ അവിടെ നടത്തിയിരിക്കുന്നത്. അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവൻ പശ്ചാത്തലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവൻ സ്തോത്രം ഹല്ലേലൂയ കനാവിലെ കല്യാണത്തിന് അവൻ പാമേൻ അവിടെ വീഞ്ഞ് തീർന്നുപോയി. യേശുവിന്റെ അമ്മ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി, എന്തെങ്കിലും ഒരു ക്രമീകരണം നീ ഒരുക്കണമെന്ന് പറഞ്ഞ് യേശു അമ്മയോട് പറയുകയാണ്, എൻ്റെ നാഴിക വന്നിട്ടില്ല. എങ്കിലും അവരുടെ വിശ്വാസം എന്ത് ചെയ്തില്ല, അവനെ നഷ്ടപ്പെട്ടില്ല. അവർ പോകുന്ന വഴിയിൽ ശുശ്രൂഷക്കാരോട് പറഞ്ഞ് അവൻ വല്ലതും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കേട്ടവർ വിശ്വാസത്തോടെ ഏറ്റെടുത്തപ്പോൾ യേശു അടുത്ത നിമിഷം തന്നെ അവൻ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന 6 കൽപാത്രങ്ങളെ അകത്തു കൊണ്ടുവരുവാൻ കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. അവൻ ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അവൻ ആയിട്ടുള്ളവരുണ്ടോ? ആർക്കും വേണ്ടാത്തവരുണ്ടോ? ഉടഞ്ഞവരാണോ? തകർന്നവരാണോ? വക്കുപൊട്ടിയവരാണോ? ആരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണോ? സഭക്കാരും പട്ടക്കാരും ചാർച്ചക്കാരും ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം കൈവിട്ടവരാണോ? ഇന്ന് പകൽക്കാലം നിന്നെ കൈവിടാത്ത ഒരു ദൈവത്തിന്റെ അടുക്കൽ നീ നിൽക്കുന്നു എന്ന് നീ ഓർമ്മിക്കുക. ആമേൻ. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അവിടെ യേശുവിന്റെ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവൻ. അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമല്ലേ എൻ്റെ പ്രിയ സഹോദര സഹോദരി? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ പ്രതിസന്ധിയെ നോക്കി നീ ഒരിക്കലും വിലപിക്കരുത്, കരയരുത്, നീ ഒരിക്കലും ദുഃഖിക്കരുത്. അവൻ ദൈവത്തിന്റെ ആ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയണം. ഏത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലത്തിന്റെ നടുവിൽ എൻ്റെ ദൈവമുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോൾ നീ പോലും അറിയാത്ത ചില ദൈവിക മഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. അവിടെ ഇതാ ശുശ്രൂഷകരായി നിന്നവർ ആ വാക്ക് കേട്ട് അതുപോലെ അവർ അനുസരിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ വിശ്വാസത്തോടെ കേട്ട് പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, ആ ദൈവമുഖത്വം കാണുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെയും എന്നെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God bless you.